30 മാർക്കാണ് അവിടുന്ന് ചോദിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 30-ൽ 25 സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പഠിക്കുന്ന ഒരാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഹായ്, നമസ്കാരം. കേറ്ററ്റിന്റെ സിലബസിൽ മാറ്റമുണ്ടോ 2025 എത്തുമ്പോൾ? ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പുതിയതായിട്ട് കേറ്ററ്റ് എഴുതുന്നവർക്കൊക്കെ ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്തവണത്തെ കേറ്ററ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഭീകരമായിട്ടുള്ള സിലബസ് ചേഞ്ച് ഒന്നും പറയാനായിട്ടില്ല. സിലബസിന്റെ ഘടന അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിനകത്തെ കണ്ടന്റിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും. അത് SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അല്ലാതെ അടിമുടി മൊത്തത്തിൽ മാറിപ്പോകുന്ന രീതിയിൽ സിലബസ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എന്തെല്ലാമാണോ ഓരോ കാറ്റഗറികളുടെയും സിലബസ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേറ്ററ്റ് ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ കേറ്ററ്റിന്റെ കാറ്റഗറി 1 ആണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കേറ്ററ്റ് കാറ്റഗറി 1ന്റെ സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി എന്ന് പറയുന്ന 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമോ തമിഴോ കന്നഡയോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം, അത് 30 മാർക്ക്. ആദ്യം സെലക്ട് ചെയ്ത ഭാഷ പിന്നീട് റിപ്പീറ്റ് അടിക്കാൻ പറ്റില്ല, അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷ്, അതിൽ നിന്ന് 30 മാർക്ക്. ഇങ്ങനെ 150 മാർക്കിന്റെ 30 വീതം വരുന്ന 5 പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻസിനെ തിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കേറ്ററ്റ് കാറ്റഗറി 1 എഴുതുന്ന ആളുകൾക്ക് LP സ്കൂൾ അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇത് വരുന്നുണ്ട്. DELD പഠിച്ച അല്ലെങ്കിൽ TTC പഠിച്ച ആളുകൾക്കാണ് ഇത് എഴുതാനായിട്ട് സാധിക്കുക. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ഭാഗത്തെ സൈക്കോളജിയിൽ വരുന്നത് സിലബസിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പഠനത്തിലും ബോധന വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ തിയറി ഇപ്പൊ പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി, ഗാഗ്നെ അല്ലെങ്കിൽ കോഹിലർ ഇവരുടെയൊക്കെ കൺസെപ്റ്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും തുടർന്നും ഉണ്ടാവുക. 30 ചോദ്യങ്ങളിൽ നന്നായി പഠിക്കുന്ന ഒരാൾക്ക് 25 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ സൈക്കോളജി ഭാഗത്തു നിന്നുള്ള കണ്ടന്റ് ഇതാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അല്ലെങ്കിൽ ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ, ഇതിൻ്റെയൊക്കെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ്, കേസ് സ്റ്റഡി പോലുള്ള കാര്യങ്ങൾ, ഇത് ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുടെ എക്സാമ്പിളൊക്കെ തന്നിട്ട് അതെങ്ങനെയാണ്, ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഇതിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ എൻട്രിയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിൽ നമ്മൾ തരാറുണ്ട്. ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. എനിവേ, സൈക്കോളജിയുടെ 30 മാർക്ക് എന്ന് പറയുന്നത് 25-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കും. എൻട്രി അതിന് വേണ്ട മുഴുവൻ സപ്പോർട്ടും നൽകുന്നുമുണ്ട്. ഇനി വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പാകത്തിന് ഉള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു എൻവയോൺമെന്റൽ സയൻസോ മാത്സോ അങ്ങനത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ, ലാംഗ്വേജ് ഏരിയയിലേക്ക് വരുമ്പോൾ വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, ആശയങ്ങൾ, അധ്യാപനത്തിലുള്ള കഴിവ്, പ്രശ്നപരിഹാര പാഠവം എന്നിവ അടക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഗണിതശാസ്ത്രവും പരിസ്ഥിതി പഠനവും ഭാഗത്ത് 30 മാർക്കിനകത്ത് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ പാർട്ട് 2-ല് ബോധന മാധ്യമമായി തിരഞ്ഞെടുത്ത ഭാഷ നിങ്ങൾ ഏതാണോ, മലയാളം, തമിഴ്, കന്നഡ ഏതാണോ എടുക്കുന്നത്, അതിലുള്ള നിങ്ങളുടെ കഴിവും പ്രാവീണ്യവും മനസ്സിലാക്കാൻ ഭാഗത്തിനാണ് അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ബേസിക് ആയിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള കണ്ടന്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടാം ഭാഷയായി തിരഞ്ഞെടുത്ത ഭാഷയെക്കുറിച്ചുള്ള അറിവും പ്രയോഗ പാഠം എന്നിവ അളക്കുന്നതിനുള്ള ചോദ്യങ്ങളായിരിക്കും 3ാം ഭാഗത്തിൽ. ഇംഗ്ലീഷോ അറബിക്, ഇംഗ്ലീഷാണ് നോർമലി ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ബേസിക് നോളജ്, ബേസിക് കോംപ്രിഹെൻഷൻ, ബേസിക് ഗ്രാമർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇതിൽ ഏറ്റവും അവസാനത്തെ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 1 മുതൽ 5 വരെ ക്ലാസ്സുകളിലെ SCERT സിലബസ് അനുസരിച്ച് ഓരോ മേഖലയ്ക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ചോദ്യങ്ങളുടെ കാഠിന്യവും വ്യാപ്തിയും സെക്കൻഡറി തലം വരെ ഉയരാം. 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്ന് പറയുന്നു. അപ്പൊ മാത്സിന്റെ, എൻവയോൺമെന്റൽ സയൻസിന്റെയും ചോദ്യ പേപ്പറിനകത്തെ ചോദ്യങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളെ വെച്ചിട്ടാണ്. അപ്പൊ ആ സിലബസിനകത്തെ കാര്യങ്ങൾ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ എവിടെയാണോ അത് പഠിക്കുക എന്നുള്ളതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഭാഗമാണ് നിങ്ങൾ അപ്ഡേറ്റഡ് ആവേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളെ വെച്ചിട്ടുള്ള ഏരിയ നന്നായിട്ട് പുതുക്കിയ രീതിയിൽ തന്നെ പഠിക്കണം, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് സിലബസ് മാറ്റം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി കേറ്ററ്റ് കാറ്റഗറി 2-ലേക്ക് വന്നു കഴിഞ്ഞാലോ, ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി അല്ലെങ്കിൽ ശിശുവികാസം ബോധനശാസ്ത്രം എന്ന് പറയുന്ന ഏരിയയിൽ UP സ്കൂൾ അധ്യാപകർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള 11-നും 14-നും വരെയുള്ള ആ കുട്ടികളുടെ സൈക്കോളജി എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. തിയറിയും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ക്ലാസ് റൂം ഇംപ്ലിക്കേഷനും ഒക്കെ അവിടെ ചോദ്യങ്ങളായിട്ട് വരും. DELDും BEDകാർക്കും ഒരേപോലെ ഡിഗ്രിയുള്ള DELD BEDകാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആയിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കും. 30 മാർക്കാണ് അവിടുന്ന് ചോദിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 30-ൽ 25 സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പഠിക്കുന്ന ഒരാൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സയൻസ് മാത്സ് അധ്യാപകർക്ക് വേണ്ടിയിട്ട്
അതെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ല എങ്കിൽ സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അത് തന്നെ ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. മാറിപ്പോയാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇൻവാലിഡ് ആയിട്ട് മാറും എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഇതിൽ 60 മാർക്കിൽ സയൻസും മാത്സും ആണെങ്കിൽ സയൻസിൽ നിന്ന് 20 മാർക്ക്, മാത്സിൽ നിന്ന് 20 മാർക്ക്, സയൻസ് പെഡഗോഗി 10, മാത്സ് പെഡഗോഗി 10 എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സാമൂഹ്യശാസ്ത്രമാണെങ്കിൽ 40 മാർക്ക് സാമൂഹ്യശാസ്ത്രവും 20 മാർക്ക് അതിന്റെ പെഡഗോഗിയാണ്. അതിന്റെ സിലബസിലും ചെറിയ മാറ്റങ്ങൾ വരും, വലിയ ഭീകരമായ മാറ്റങ്ങളല്ല, ചെറിയ മാറ്റങ്ങൾ വരും. അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ 2 ലാംഗ്വേജ് ഉണ്ട്. ഒരെണ്ണം മലയാളമാണെങ്കിൽ അടുത്ത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇനി ബോർഡറുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയാണ് തമിഴ് കന്നഡയൊക്കെ ഉള്ളത്. അത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനുള്ള അവസരമുണ്ട്. എനിവേ ഇംഗ്ലീഷും മലയാളം തന്നെ കരുതാം. 30 മാർക്ക് വീതം അവിടെ നിന്നുണ്ട്. അപ്പൊ ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ കാറ്റഗറി 1-ലും 2-ലും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇപ്പൊ സൈക്കോളജിയിലൊക്കെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവുകളുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ പറയുന്ന തിയറികളുടെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസും എല്ലാം ചോദ്യമായിട്ട് നമുക്ക് അവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി ഗണിതശാസ്ത്ര വിഷയങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വിഷയങ്ങളിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രമോ ഗണിതശാസ്ത്രമോ ശാസ്ത്രത്തിലോ ഒക്കെയുള്ള നിങ്ങളുടെ ആ സബ്ജക്ട് നോളജും അതുപോലെ തന്നെ നിങ്ങളുടെ ആ നോളജിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പെഡഗോഗി ബോധന തലത്തിലുള്ള നിലവാരം ഒക്കെ അളക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. ഗണിതശാസ്ത്ര വിഷയങ്ങളിലെ ചോദ്യങ്ങൾ ഓരോ വിഷയത്തിനും 30 മാർക്ക് വീതം നൽകിക്കൊണ്ടായിരിക്കും അവിടെ പെഡഗോഗി ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപേക്ഷ സമർപ്പണ സമയത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിലുള്ള കഴിവ് അളക്കുന്നതിനായിരിക്കും അവിടെ ചോദ്യങ്ങളുള്ളത്. 2ാം ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന ഭാഷ വീണ്ടും ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെയും ചോദിക്കുക. ഇംഗ്ലീഷും മലയാളവും ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി അതിനുശേഷം അവസാനത്തെ പോയിന്റ് നിങ്ങൾ നോക്കൂ. 5 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ SCERT സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങളെങ്കിലും ഹയർ സെക്കൻഡറി ലെവൽ വരെ ഉയരാമെന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അവിടെയാണ് സിലബസ് മാറ്റം നിങ്ങളെ അഫക്ട് ചെയ്യുക. സിലബസ് മാറുന്നില്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട്. പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിശദമായിട്ടുള്ളൊരു പഠനം പുതിയ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇനി കൗമാര മനഃശാസ്ത്രമാണ് കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് വരും. അഡോളസന്റ് സൈക്കോളജി തിയറിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 40 മാർക്ക്. കുറച്ചുകൂടി ലെവൽ കൂടിയ സൈക്കോളജി കാറ്റഗറി 3 പ്രതീക്ഷിക്കാം. കാരണം BEdകാർക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക. BEdന് പഠിച്ച സൈക്കോളജിയും അതിനെ കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന അഡോളസന്റ് സൈക്കോളജി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസും വന്ന് കണ്ടിട്ടുണ്ട്. എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമുകളിലെല്ലാം സൈക്കോളജിയിൽ 30-ൽ 25 എന്നാണ് പറഞ്ഞെങ്കിൽ ഇവിടെ 40-ൽ 30-ന് മുകളിൽ എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഒരു ലാംഗ്വേജ് എടുത്താൽ മതി. മലയാളമോ ഇംഗ്ലീഷോ കന്നഡയോ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അതിൽ മലയാളമോ ഇംഗ്ലീഷോ അതാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. അതിൽ 30 മാർക്ക് ഉണ്ട്. അതിൽ 20+ ഒക്കെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക്. ദെൻ 80 മാർക്ക് കടക്കുന്നത് നിങ്ങളുടെ വിഷയാടിസ്ഥാനമായിട്ടാണ്. അതിൽ തന്നെ 50 മാർക്ക് പ്യുവർ സബ്ജക്റ്റും 30 മാർക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പെഡഗോഗിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സബ്ജക്ട് നോളജ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് നിങ്ങൾ BEdന് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പെഡഗോഗിയെ കുറിച്ചുള്ള ധാരണയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് കാറ്റഗറി 3യെ സംബന്ധിച്ച് പറയാനുള്ളത്. അവിടെ അഡോളസന്റ് ഏജിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളും അഡോളസന്റ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഒക്കെയാണ് സൈക്കോളജിയിൽ ചോദിക്കുക. തിയറീസ് എന്നുള്ള ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളെ അളക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇംഗ്ലീഷ് മലയാളം പോലുള്ള ലാംഗ്വേജ് വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗത്ത് പെഡഗോഗി ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ SCERT പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുടെ സിലബസ് ആണെങ്കിലും ഡിഗ്രി തലം വരെ ഉയരാമെന്ന് പറയുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഗ്രി തലം വരെ ഉയരുകയും ചെയ്യും. എന്നാലും 8 മുതൽ 12 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ കാറ്റഗറി 3 നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാം. അവിടെയാണ് അതിന്റെ ചലഞ്ച് കിടക്കുന്നത്. കാരണം 8ാം ക്ലാസ് തൊട്ടുള്ള പുസ്തകങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റെങ്കിലും തീർക്കേണ്ടതായിട്ട് വരും. ഇവിടെയാണ് ആ ഒരു ചേഞ്ച് വരിക. ഇനി 4ാമത്തെ കാറ്റഗറികളിലേക്ക് വന്നാലോ. ശിശുവികാസം ബോധനശാസ്ത്രം 30 മാർക്ക്, മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ 40 മാർക്ക്, സബ്ജക്ട് അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളും പെഡഗോഗി ഉൾപ്പെടെ 80 മാർക്ക് എന്നുള്ളതാണ് കാറ്റഗറി 4ന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ 2ന്റെ 1ന്റെ കേസ് പറഞ്ഞ പോലെ 2ന്റെ കേസ് പറഞ്ഞ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ സൈക്കോളജി ഒക്കെയാണ് സൈക്കോളജി ഭാഗത്ത് നിന്ന് ചോദിക്കുക. 40 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ലാംഗ്വേജിൽ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് നോളജ് ഒക്കെ മനസ്സിലാക്കുന്നതിനുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക. അവിടെ 1 മുതൽ 8 വരെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് അടിസ്ഥാനമെങ്കിലും ഹയർ സെക്കൻഡറി തലം വരെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉയരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സെക്കൻഡറി തലം വരെ ഉയരുമ്പോൾ അവിടെയും ടെക്സ്റ്റ് ബുക്കുകൾ മാറുന്നു. ആ കണ്ടന്റ് വേണം പഠിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് 4ാമത്തെ കാറ്റഗറിയെ സംബന്ധിച്ച് പറയാനുള്ളത്. എൻട്രിയെ സംബന്ധിച്ച് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ കേറ്ററ്റിന്റെ എക്സാമുകളിൽ വൻ വിജയം നേടുന്നു. അവർ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എൻട്രിയുടെ വിജയത്തിൽ അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അവരെല്ലാം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ആപ്പായിട്ട് ഇതിനെ കാണുകയും അതിന്റെ
ഫീഡ്ബാക്സ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ലാസ്റ്റ് നടന്ന എക്സാമുകളിൽ വിജയിച്ച ഏതാനും പേരാണ്, ഒരുപാട് പേരുണ്ട് കേട്ടോ, അതിൽ സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് പേരുടെ ഫീഡ്ബാക്സും കുറച്ച് പേരുടെ ഇൻഫർമേഷൻസും ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഇനി വരുന്ന വിജയം നിങ്ങളുടേതാവട്ടെ. ഏറ്റവും പെട്ടെന്ന് തന്നെ കേറ്ററ്റിന്റെ എല്ലാ കാറ്റഗറികളും ക്വാളിഫൈഡ് ആവാനായിട്ട് ശ്രമിക്കുക. മികച്ച റിസൾട്ടോട് കൂടി പുറത്തേക്ക് വരിക. അതിനുശേഷം വരുന്ന HSCക്കും LPUPക്കും ഒക്കെ നമുക്ക് ഒന്നിച്ച് പോരാടാം, ഒന്നിച്ച് വിജയിക്കാം. എൻട്രി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സിലബസിലെ മാറ്റം ഒരിക്കൽ കൂടി പറയുന്നു, അത് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള മാറ്റം മാത്രമാണ്. ബാക്കി കാതലായ കോറായിട്ടുള്ള ഐഡിയാസിനൊന്നും മാറ്റം വരുന്നില്ല. എന്ത് മാറ്റത്തിനനുസരിച്ചും പഠിച്ചുയരാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമായിട്ട് എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.